മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇമ്മ്യൂണിറ്റി കിട്ടുവാൻ വേണ്ടിയുള്ള ഇവരുടെ വീക്കിലി ടാസ്ക് ഇവർ കുളമാക്കിയല്ലോ. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഇപ്പോൾ ഇവർക്ക് വീണ്ടും ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. ലാലേട്ടൻ്റെ കയ്യിൽ ഒരു ഇമ്മ്യൂണിറ്റി കാർഡുണ്ട്. അവിടുത്തെ പെർഫോമൻസ് വെച്ച് നിങ്ങൾ തീരുമാനിക്കും ഇത് ആർക്ക് കൊടുക്കണമെന്ന്. ആ വ്യക്തിക്ക് ഞാൻ കൊടുക്കുമെന്ന് ലാലേട്ടൻ പറയുന്നു. അങ്ങനെ വോട്ടിങ്ങിലൂടെ എല്ലാവരും കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആദിലയാണ്. ആദിലയ്ക്ക് 5 വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. അനുമോൾ, നെവിൻ, നൂറ, ഷാനവാസ്, ബിന്നി ഇവർ 5 പേരുമാണ് ആദിലയുടെ പേര് പറഞ്ഞത്. പിന്നീട് 3 വോട്ടുകൾ വീതം നേടി ജിഷിനും സാബുമാനുമുണ്ട്. ജിഷിന് അനീഷ്, ലക്ഷ്മി, ആര്യൻ ഇവർ 3 പേരുമാണ് വോട്ട് ചെയ്തത്. സാബുമാന് വോട്ട് ചെയ്തത് അഭിലാഷും ഒനിയിലും അക്ബറുമാണ്. ആര്യന് ഇമ്മ്യൂണിറ്റി കാർഡ് കിട്ടണമെന്ന് പറഞ്ഞ് വോട്ട് ചെയ്തത് ജിഷിനും ജിസയിലും. ആദില പറഞ്ഞത് അനുമോളുടെ പേരായിരുന്നു. സാബുമാൻ പറഞ്ഞത് ഒനിയിലിൻ്റെയും. അങ്ങനെ എന്തായാലും ആദിലയ്ക്കാണ് കൂടുതൽ വോട്ടുകൾ ലഭിച്ചത്. എന്നാൽ ലാലേട്ടൻ ആദിലയ്ക്ക് ഒരു പണി കൊടുത്തു. കാരണം കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്തെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വോട്ട് ചെയ്ത്, അതായത് 9 വോട്ടുകൾ കിട്ടി ജയിലിൽ പോയ വ്യക്തിയാണ് ആദില. ആ വ്യക്തിക്കാണോ നിങ്ങൾ ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കുന്നത്? എന്ത് ഡിസിഷനാണ് നിങ്ങൾ എടുക്കുന്നത് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നു. എന്നിട്ട് ലാലേട്ടൻ പറയുന്നത്, ഞാൻ ഇമ്മ്യൂണിറ്റി കാർഡ് എന്ത് ചെയ്യാൻ പോകുന്നത് എന്നറിയാമോ? ഈ ഇമ്മ്യൂണിറ്റി കാർഡ് ഞാൻ സ്പൈക്കുട്ടിന് കൊടുക്കുകയാണെന്ന് പറയുന്നു. അനീഷ് പറയുന്നത് ഇത് പക്ക ഗ്രൂപ്പിസം ആണെന്നാണ്. അതായത് ഒരു ഗ്രൂപ്പ് ആളുകൾ വോട്ട് ചെയ്ത് ജിഷിനെ ആദ്യം ആ ടാസ്കിൽ നിന്നും പുറത്താക്കി, അതായത് ഫാക്ടറി ബോട്ടിൽ ടാസ്കിൽ നിന്നും. ആ സെയിം പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ നടന്നതും. ഒരു കൂട്ടം ഗ്രൂപ്പ് വന്ന് നമ്മുടെ ആദിലയ്ക്ക് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ആദിലയ്ക്ക് ഈ ഇമ്മ്യൂണിറ്റി കാർഡ് ലഭിച്ചത്. സത്യം പറഞ്ഞാൽ അത് ശരിയാണ് കേട്ടോ. അതായത് ആദിലയ്ക്ക് വോട്ട് ചെയ്ത 5 പേരും ആ ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെയാണ്. പുറത്തു നിന്നും ഒരു വോട്ട് പോലും ആദിലയ്ക്ക് ലഭിച്ചുമില്ല. ഗ്രൂപ്പിസത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തിയാണ് ഷാനവാസും ബിന്നിയുമൊക്കെ. എന്നിട്ടും അവരിവിടെ ഗ്രൂപ്പിസം കളിച്ചു. ഇതിനിടയിൽ ജിഷിനും അനുമോളുമായിട്ട് ചെറിയ രീതിയിലൊന്ന് കൊമ്പ് കോർത്തു. കാരണം ജിഷിൻ ആര്യൻ്റെ പേരാണ് പറഞ്ഞത്. ഉടനെ അനുമോൾ അതിൽ കയറി ഇടപെട്ടു. പെർഫോമൻസ് മാത്രം നോക്കിയാൽ പോരാ, എല്ലാം നോക്കണം എന്നൊക്കെ. ജിഷിൻ അനുമോളോട് അപ്പം തന്നെ തിരിച്ചും പറഞ്ഞു കേട്ടോ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്, നിന്റെ കളിയൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. ഡിസർവിംഗ് ആയ ഒരാളെ ഇവരായി തിരഞ്ഞെടുക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഇമ്മ്യൂണിറ്റി കാർഡ് ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. ഈ ഒരാഴ്ചത്തെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആര്യൻ കുറച്ച് ഡിസർവിംഗ് ആയി എനിക്ക് തോന്നി. കാരണം ഫാക്ടറി ബോട്ടിൽ ടാസ്കിലാണെങ്കിലും പണിക്കുപ്പി ടാസ്കിലാണെങ്കിലും ആര്യൻ കുറച്ച് നന്നായി തന്നെ പെർഫോം ചെയ്തിരുന്നു. പിന്നെ ഈ ഒരാഴ്ചത്തെ പെരുമാറ്റവും എല്ലാവരോടും ഇടപഴകുന്നതും ആര്യൻ കുറച്ച് ബെറ്ററായി വരുന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് കുറച്ച് ഡിസർവിംഗ് ആയി തോന്നിയത് ആര്യനാണ്. എന്തായാലും ഇവർ ഡിസർവിംഗ് ആയ ആളെ തിരഞ്ഞെടുക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ അത് നഷ്ടമായിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.